നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദി എസെൻഷ്യൽ ഓറിയന്റേഷൻ ഓഫ് സബ്മിഷൻ എന്നൊരു രേഖയെക്കുറിച്ചാണ്. ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തു ഇതൊരു സാധാരണ മതപരമായ വിശദീകരണമായിരിക്കുമെന്ന്. പക്ഷെ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ സാധാരണ കേൾക്കുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണെന്ന്. അതെ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മുസ്ലിം എന്ന വാക്കിനെ ഒരു ലേബലായി കാണാതെ ഖുറാൻ അതിന് നൽകുന്ന ആഴത്തിലുള്ള അർത്ഥം എന്താണെന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമമാണ്. ഇതൊരു പദവിയല്ല, മറിച്ചൊരു നിലപാടാണ് എന്ന ആശയത്തിലേക്കാണ് ഈ രേഖ നമ്മളെ കൊണ്ടുപോകുന്നത്. അതെ, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നിടത്താണ് ഈ ചർച്ചയുടെ ഒരു പ്രസക്തി. സാധാരണ നമ്മൾ മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ആചാരങ്ങളിലും നിയമങ്ങളിലുമൊക്കെ ഒതുങ്ങാറുണ്ട്. ശരിയാണ്. അതൊന്നും പ്രധാനമല്ല എന്നല്ല, പക്ഷേ അതിനെല്ലാം ജീവൻ നൽകുന്ന ഒരു അടിസ്ഥാന മനോഭാവമുണ്ട്. ഒരു വീടിന്റെ ഭംഗിയുള്ള ചുമരുകളെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അതിന്റെ അടിത്തറയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെയാണത്. ഓ, നല്ലൊരു താരതമ്യമാണത്. ഈ രേഖ നമ്മളെ ക്ഷണിക്കുന്നത് ആ അടിത്തറ പരിശോധിക്കാനാണ്. ഇവിടെ പ്രധാനം നിങ്ങൾ എത്രത്തോളം കുറ്റമറ്റവനാണ് എന്നല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ എങ്ങോട്ടാണ് എന്നതാണ്. ശരി, അപ്പൊ നമുക്ക് ആ അടിത്തറയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? രേഖയിലെ ആദ്യത്തെ ആശയം തന്നെ കീഴടങ്ങൽ അഥവാ സബ്മിഷനാണ്. അതെ, മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കീഴടങ്ങുന്നവൻ എന്നാണല്ലോ. പക്ഷെ ഈ വാക്ക് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു നെഗറ്റീവ് ഫീൽ വന്നേക്കാം, ഒരു തരം വ്യക്തിത്വം ഇല്ലാതാക്കുന്ന ഒരു കാര്യമായിട്ട്. എന്താണ് ഈ രേഖ പറയുന്ന കീഴടങ്ങൽ? വളരെ നല്ലൊരു ചോദ്യമാണത്. കാരണം ആ വാക്കിന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഈ രേഖയനുസരിച്ച് കീഴടങ്ങൽ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഇരുട്ടിലേക്ക് എടുത്തു ചാടുന്ന ഒന്നല്ല. നിങ്ങളോട് കൽപ്പിക്കാൻ അധികാരമുള്ള ഒരു ശക്തിയുണ്ട് എന്ന് സമ്മതിക്കുക, അതാണ് ദൈവം. ഓക്കേ. 2, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ യുക്തി, എന്തിന് നിങ്ങളുടെ ഈഗോ പോലും അന്തിമമല്ലെന്ന് തിരിച്ചറിയുക. ആ രണ്ടാമത്തെ പോയിന്റ് അത്ര എളുപ്പമല്ലല്ലോ. നമ്മുടെ ഈഗോ എപ്പോഴും പറയും ഞാനാണ് ശരിയെന്ന്. തീർച്ചയായും, അവിടെയാണ് യഥാർത്ഥ വെല്ലുവിളി. ഇനി മൂന്നാമത്തെ കാര്യം, ഈ കീഴടങ്ങൾ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല. മറ്റാരും കാണാത്തപ്പോൾ തികച്ചും സ്വകാര്യമായ നിമിഷങ്ങളിലും നിങ്ങൾ ദൈവത്തോട് ഉത്തരവാദിത്തപ്പെട്ടവനാണ് എന്ന ആഴത്തിലുള്ള ബോധ്യമാണ് പ്രധാനം. അതെ, ആരും കാണുന്നില്ലെന്ന് ഉറപ്പുള്ളപ്പോൾ നമ്മുടെ തീരുമാനം എന്തായിരിക്കുമെന്നത് പ്രധാനമാണ്. അവിടെയാണ് ഈ നിലപാടിന്റെ യഥാർത്ഥ പരീക്ഷണം. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇതൊരു ബാഹ്യമായ പ്രകടനമല്ല, മറിച്ച് തികച്ചും ആന്തരികമായ ഒരു സത്യസന്ധതയാണെന്നാണ്. അതെ, ഇവിടെയാണ് ഈ രേഖയിലെ ഏറ്റവും ശക്തമായൊരാശയം വരുന്നത്. അത് എന്റെ ചിന്തയെ ശരിക്കും മാറ്റിമറിച്ചു. രേഖ പറയുന്നു, ഖുർആൻ ഒരു മുസ്ലിമിനെ കുറ്റമറ്റവൻ എന്നല്ല, മറിച്ച് അധികാരം വിട്ടുകൊടുക്കുന്നവൻ എന്നാണ് നിർവചിക്കുന്നത്. വാവ്, അത് വലിയൊരു വ്യത്യാസമാണല്ലോ. ഇതൊരു വലിയ വ്യത്യാസമല്ലേ? നമ്മളിൽ പലരും നല്ല വിശ്വാസി എന്നാൽ ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരാളാണെന്ന് കരുതും. ശരിയാണ്, ഒരു പിഴവും സംഭവിക്കരുത് എന്നാഗ്രഹിക്കും. പക്ഷേ ഖുർആൻ പറയുന്നത് അതല്ല പ്രധാനമെന്നാണ്. പ്രധാനം അന്തിമ തീരുമാനം എന്റേതാണോ അതോ ദൈവത്തിൻ്റെതാണോ എന്ന് ഓരോ നിമിഷവും സ്വയം ചോദിക്കുന്നതും ആ അധികാരം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നതുമാണ്. ഓ, ഞാനിങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. അപ്പോൾ വിഷയം പൂർണ്ണത നേടുന്നതല്ല, അല്ല, മറിച്ച് അധികാരം ആർക്കാണെന്ന് അംഗീകരിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ക്ലാസ്സിലെ എല്ലാ ചോദ്യത്തിനും ഉത്തരമറിയണമെന്നില്ല, പക്ഷേ അതെ, അധ്യാപകരാണ് ശരിയായ ഉത്തരം അറിയുന്നതെന്നും തെറ്റിയാൽ തിരുത്താൻ തയ്യാറാണെന്നും അംഗീകരിക്കുന്നതുപോലെ. വളരെ ശരിയായ ഉദാഹരണമാണത്. ആ ഒരു വിട്ടുകൊടുക്കലാണ് കാതൽ. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. പക്ഷെ തെറ്റുപറ്റിയാൽ പോലും എന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴിയാണ് ശരി എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരികെ വരാനുള്ള മനസ്സുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ കീഴടങ്ങൾ ഒരു ബലഹീനതയല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനുള്ള ഏറ്റവും വലിയ ധൈര്യമാണ്. അതെ, അതുതന്നെ. ശരി, അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ അധികാരം അംഗീകരിച്ചു എന്ന് കരുതുക. പക്ഷേ ആ അധികാരം നമ്മളോട് പറയുന്നത് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിലോ, നമ്മുടെ ഈഗോയെ മുറിവേൽപ്പിക്കുന്ന ഒരു സത്യമാണെങ്കിലോ, അവിടെയല്ലേ യഥാർത്ഥ സംഘർഷം തുടങ്ങുന്നത്? അതെ, ഈ വിഷയത്തെക്കുറിച്ചാണ് രേഖയുടെ അടുത്ത ഭാഗം സംസാരിക്കുന്നത്, അല്ലേ? അതെ, നിങ്ങൾ പറഞ്ഞെടുത്തു നിന്നാണ് അടുത്ത ആശയം തുടങ്ങുന്നത്. ദൈവത്തിന് അധികാരമുണ്ട് എന്ന് സമ്മതിക്കാൻ ഒരുപക്ഷെ എളുപ്പമായിരിക്കും. പക്ഷെ ആ അധികാരം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ, നമ്മളെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? രേഖയിലെ ഒരു വാചകം അക്ഷരാർത്ഥത്തിൽ എന്നെ പിടിച്ചുകുലുക്കി. ദൈവത്തിന്റെ വാക്കുകളെ നിങ്ങൾ വിലയിരുത്തുന്നതിന് പകരം ദൈവത്തിന്റെ വാക്കുകൾ നിങ്ങളെ വിലയിരുത്തുന്നു. വാവ്, അതൊന്ന് വിശദീകരിക്കാമോ?
അത് കേട്ടിട്ട് തലകീഴായി ചിന്തിക്കുന്നത് പോലെ തോന്നുന്നു. നമ്മൾ സാധാരണ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിനെ വിലയിരുത്തും. അതെ, നമ്മളൊരു കണ്ണാടി നോക്കുന്നത് പോലെയാണ് സാധാരണ പുസ്തകങ്ങളെ കാണുന്നത്. പക്ഷേ ഈ രേഖ പറയുന്നത് ഖുറാനിനെ ഒരു എക്സ്റേ മെഷീൻ പോലെ കാണാനാണ്. ഓ, നിങ്ങളതിനെ പരിശോധിക്കുകയല്ല, അത് നിങ്ങളുടെ ഉള്ളിനെ പരിശോധിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മുൻവിധികൾ, നിങ്ങളുടെ ഈഗോ, ഇതിനെയെല്ലാം അത് തുറന്നു കാണിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, ആ എക്സ്റേ റിപ്പോർട്ട് കാണുമ്പോൾ നിങ്ങൾ സ്വയം ചികിത്സിക്കാൻ തയ്യാറാണോ, അതോ ഈ മെഷീൻ ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുമോ? ഇത് കേവലം വിശ്വാസത്തിന്റെ മാത്രം പ്രശ്നമല്ല, അല്ലേ? ഇതിൽ മനഃശാസ്ത്രപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും. രേഖയിലെ ഒരു നിരീക്ഷണം അതാണ്. പലരും സത്യം നിരസിക്കുന്നത് ദൈവത്തിൽ അവിശ്വസിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് കീഴടങ്ങാൻ, ആ സത്യത്തിനു മുന്നിൽ വഴങ്ങിക്കൊടുക്കാൻ വിസമ്മതിക്കുന്നതുകൊണ്ടാണ്. അപ്പോ അത് അഹങ്കാരത്തിന്റെ പ്രശ്നമാണ്. അതെ, അഹങ്കാരത്തിന്റെ പ്രശ്നമാണ്, വിശ്വാസക്കുറവിന്റെ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു ഡോക്ടർ നിങ്ങളോട് മധുരം കഴിക്കരുത് എന്ന് പറയുന്നു. നിങ്ങൾക്ക് ആ ഡോക്ടർ വിശ്വാസമാണ്, അദ്ദേഹം പറയുന്നത് ശരിയാണെന്നും അറിയാം. പക്ഷേ മധുരം ഉപേക്ഷിക്കാനുള്ള പ്രയാസം കൊണ്ട് നിങ്ങൾ ആ ഉപദേശം അവഗണിക്കുന്നു. ശരിയാണ്, പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ പ്രശ്നം ഡോക്ടറോടുള്ള അവിശ്വാസമല്ല, മറിച്ച് നിങ്ങളുടെ ശീലത്തിന് കീഴടങ്ങാനുള്ള വിമുഖതയാണ്. അതുപോലെ ദൈവമുണ്ട് എന്ന് അംഗീകരിക്കാൻ പലർക്കും പ്രയാസമില്ല. എന്നാൽ ആ ദൈവത്തിനു മുന്നിൽ എന്റെ ഇഷ്ടങ്ങൾ, എന്റെ ശീലങ്ങൾ, എന്റെ ഈഗോ എന്നിവ അടിയറ വയ്ക്കാൻ പലരും തയ്യാറല്ല. ആ ചെറുത്തുനിൽപ്പാണ് നിഷേധത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ രേഖ നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്: ഒരു സത്യം മുന്നിൽ വരുമ്പോൾ നമ്മൾ അതിനെ ചെറുത്തു നിൽക്കുന്നത് ആ സത്യം തെറ്റായതുകൊണ്ടാണോ, അതോ അത് അംഗീകരിക്കുന്നത് നമുക്ക് അസൗകര്യമായതുകൊണ്ടാണോ? ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, സ്വയം നവീകരിക്കാനുള്ള സന്നദ്ധതയുടെ ഒരു പരീക്ഷണമാണിത്. നമ്മുടെ ഉള്ളിലെ ഈഗോ എപ്പോഴും പറയും, ഞാൻ ശരിയാണ്, എന്റെ കാഴ്ചപ്പാടാണ് ശരി എന്ന്. എന്നാൽ ദൈവികമായ ഒരു സത്യം നമ്മുടെ ഈ ധാരണയെ ചോദ്യം ചെയ്യുമ്പോൾ ആ ഈഗോയെ മാറ്റിവെച്ച് ഒരുപക്ഷെ എനിക്ക് തെറ്റുപറ്റിയിരിക്കാം എന്ന് പറയാനുള്ള ആർജവമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. നമ്മളിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. ഒന്ന്, അധികാരം ദൈവത്തിനാണ് എന്ന് അംഗീകരിക്കുന്നത്. രണ്ട്, ആ അധികാരം നമ്മുടെ ഈഗോയെ ചോദ്യം ചെയ്യുമ്പോൾ അതിനു വഴങ്ങിക്കൊടുക്കുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ചിന്തയിലും മനസ്സിലും നടക്കുന്ന കാര്യങ്ങളല്ലേ? ഇതെങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. കാരണം ഇസ്ലാം ഒരു തത്വചിന്ത മാത്രമല്ല, ഒരു ജീവിത രീതിയാണ്. അതെ, ഇവിടെയാണ് ദിശ അഥവാ ഖിബ്ല എന്ന ആശയം വരുന്നത്. ഖിബ്ല എന്നാൽ മുസ്ലിങ്ങൾ നമസ്കരിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന കാബയുടെ ദിശ മാത്രമല്ല, അതൊരു പ്രതീകമാണ്, ഒരു സിംബൽ. അതെ, നമ്മുടെ ജീവിതത്തിന് ഒരു കേന്ദ്രബിന്ദു, നമ്മൾ എപ്പോഴും തിരിഞ്ഞു നോക്കുന്ന ഒരു അടിസ്ഥാനം. ഒരു കോമ്പസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു ദിശാസൂചിയുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. അതായത് നമ്മൾ വഴിതെറ്റിപ്പോകുമ്പോൾ തിരികെ വരാനുള്ള ഒരു പോയിന്റ്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. നമ്മുടെ ജീവിതത്തിലെ GPS-ന്റെ ഹോം ബട്ടൺ പോലെ. നിങ്ങൾ എവിടെയായിരുന്നാലും ആ ബട്ടൺ അമർത്തിയാൽ അത് നിങ്ങളെ നിങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് തിരികെ കൊണ്ടുപോകും. ഓക്കേ. ഈ രേഖ അതിന് ചില പ്രായോഗികമായ ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഈ ആശയം കൂടുതൽ വ്യക്തമാകും. അതെ, അത് കേൾക്കാൻ എനിക്കും താൽപ്പര്യമുണ്ട്. കാരണം ഈ ദിശാബോധം എന്നൊക്കെ പറയുന്നത് കുറച്ച് അബ്സ്ട്രാക്റ്റായി തോന്നാം. തീർച്ചയായും. രേഖ 3 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒന്ന്, ജീവിതത്തിൽ പ്രതിസന്ധികളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ എവിടേക്കാണ് ആദ്യം തിരിയുന്നത്? നിങ്ങളുടെ ഉത്കണ്ഠയിലേക്കാണോ, സുഹൃത്തുക്കളുടെ ഉപദേശത്തിലേക്കാണോ, അതോ നിങ്ങളുടെ അടിസ്ഥാനമായ ദൈവത്തിലേക്കാണോ നിങ്ങൾ മടങ്ങിച്ചെല്ലുന്നത്? രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ. അതെ, അപ്പൊ നിങ്ങൾ ഏതിന് മുൻഗണന നൽകും? ഈ ചോദ്യങ്ങൾ ശരിക്കും ഒരു കണ്ണാടി പോലെയാണ്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. മൂന്നാമത്തേതോ? നിങ്ങളുടെ ജീവിതത്തിലെ വിജയവും പരാജയവും നിങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത്? മറ്റുള്ളവരെക്കാൾ കൂടുതൽ പണം, പ്രശസ്തി അല്ലെങ്കിൽ സ്ഥാനം നേടുന്നതാണോ നിങ്ങളുടെ വിജയത്തിന്റെ അളവുകോൽ? അതോ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ സ്വയം വിലയിരുത്തുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള നമ്മുടെ സത്യസന്ധമായ ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ കിബ്ല എങ്ങോട്ടാണെന്ന് കാണിച്ചു തരുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയുന്ന ഒരവകാശവാദത്തിനപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ ദിശ എങ്ങോട്ടാണ് എന്നതാണ് യഥാർത്ഥത്തിൽ പ്രധാനം എന്നാണ്. അതെ, രേഖ പറയുന്നതുപോലെ പൂർണ്ണതയല്ല,
ഈ ദിശാബോധമാണ് ഇസ്ലാമിനെ നിർവചിക്കുന്നത്. നിങ്ങൾ ശരിയായ ദിശയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വഴിയിൽ വീഴ്ചകൾ സംഭവിച്ചാലും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അതെ, പക്ഷേ തെറ്റായ ദിശയിലാണ് യാത്രയെങ്കിൽ എത്ര വേഗത്തിൽ ഓടിയിട്ടും കാര്യമില്ല. ദിശ തെറ്റാണെങ്കിൽ വേഗത ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഈ ചർച്ച നമുക്കൊന്ന് ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കാം. നിങ്ങൾ അയച്ചു തന്ന ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ നിലപാട് ഇസ്ലാമികമാണെന്ന് പറയാൻ 3 കാര്യങ്ങൾ ഒരുമിച്ച് വരണം. 1. ദൈവം നിങ്ങളുടെ യജമാനനാണ് എന്ന പൂർണ്ണമായ അംഗീകാരം. 2. അവന്റെ മാർഗനിർദ്ദേശം നിങ്ങളുടെ ഈഗോയേക്കാളും ഇഷ്ടങ്ങളെക്കാളും മുകളിലാണ് എന്ന വിനയം. 3. നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവും ദിശാസൂചിയും അവനാണ് എന്ന ബോധ്യം. അതെ, വളരെ കൃത്യമായി പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ ചേർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആ നിലപാടിനെയാണ് ഖുർആൻ ഇസ്ലാം എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് രേഖയുടെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വരുന്നത്. അത് ഇതെല്ലാം സംഗ്രഹിക്കുന്ന ഒന്നാണ്. ഓക്കേ. ഇസ്ലാം എന്നത് നിങ്ങൾ നേടിയെടുക്കുന്ന ഒന്നല്ല, ആൻ അച്ചീവ്മെന്റ്, മറിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥാനമാണ്, എ പൊസിഷൻ യു സ്റ്റാൻഡ് ഇൻ. ഇതൊരു കർമ്മമാണ്, ഒരു പദവിയല്ല. ആ വ്യത്യാസം വളരെ വലുതാണ്. നേട്ടം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കഴിവും പ്രയത്നവും കൊണ്ട് സ്വന്തമാക്കുന്ന ഒന്നാണ്. അതിലൊരു അഹങ്കാരത്തിന്റെ സാധ്യതയുണ്ട്. അതെ, ഞാനിത് നേടിയെടുത്തു എന്നൊരു ഭാവം വരാം. എന്നാൽ നിൽക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഓരോ നിമിഷവും സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. അത് കൂടുതൽ വിനയവും സമർപ്പണബോധവും ആവശ്യപ്പെടുന്നുണ്ട്. അതെ, അതൊരു നിഷ്ക്രിയമായ അവസ്ഥയല്ല, മറിച്ച് ഓരോ നിമിഷവും നിങ്ങളെടുക്കുന്ന സജീവമായ ഒരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ആ സ്ഥാനത്ത് നിൽക്കാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ടാണ് അതൊരു പദവിയാകാത്തത്. പദവികൾ നമുക്ക് ലഭിക്കുന്നതാണ്, അത് നമ്മളിൽ നിന്ന് എടുത്തുമാറ്റപ്പെടാം. എന്നാൽ ഈ സ്ഥാനം നമ്മൾ ഓരോ നിമിഷവും തിരഞ്ഞെടുക്കുന്നതാണ്. ഇന്നത്തെ ഈ വിശകലനം മുസ്ലിം എന്ന വാക്കിനെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന ധാരണകൾക്ക് പുതിയൊരു മാനം നൽകിയെന്ന് ഞാൻ കരുതുന്നു. ഒരു മതവിഭാഗത്തിന്റെ പേരെന്നതിലുപരി അതൊരു ആഴത്തിലുള്ള വ്യക്തിപരമായ നിലപാടാണെന്ന് മനസ്സിലാക്കാൻ ഈ ചർച്ച സഹായിച്ചിട്ടുണ്ടാകും. തീർച്ചയായും. നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു അവസാനത്തെ ചോദ്യം കൂടി നൽകി നമുക്ക് അവസാനിപ്പിക്കാം. ഖുർആൻ നിങ്ങളോട് ചോദിക്കുന്ന യഥാർത്ഥ ചോദ്യം നിങ്ങൾ വേണ്ടത്ര നല്ലവനാണോ എന്നല്ല. കാരണം ആ ചോദ്യത്തിന് സത്യസന്ധമായി ഉത്തരം നൽകാൻ ആർക്കും കഴിയില്ല. അതിനു പകരം ഖുർആൻ ചോദിക്കുന്ന ലളിതമായ എന്നാൽ അതിശക്തമായ ചോദ്യം ഇതാണ്: നിങ്ങൾ കീഴടങ്ങുകയാണോ അതോ ചെറുത്തു നിൽക്കുകയാണോ? അതൊരു ശക്തമായ ചോദ്യമാണ്. കാരണം അത് നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ചല്ല, നമ്മുടെ നിലപാടിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആ നിമിഷത്തെ നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ്. അതെ, ഈ ചോദ്യത്തെ ഒരു മതപരമായ പശ്ചാത്തലത്തിൽ മാത്രം ഒതുക്കേണ്ടതില്ല. ജീവിതത്തിൽ നിങ്ങൾ വിലമതിക്കുന്ന ഏതൊരു സത്യത്തോടും, നിങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരു അധികാരത്തോടും നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തിപരമായ ചോദ്യമായി ഇതിനെ കാണാം. ഒരു സത്യം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങളതിന് വഴങ്ങിക്കൊടുക്കുമോ അതോ നിങ്ങളുടെ ഈഗോ വെച്ച് അതിനെ ചെറുത്തു നിൽക്കുമോ? ഈ ചോദ്യം നിങ്ങൾക്ക് സ്വന്തമായി പര്യവേഷണം ചെയ്യാൻ വിട്ടുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു.